രാജ്യസഭയിൽ ചരിത്രത്തിൽ ആദ്യമായി കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കിടയിൽ ആദ്യമായി BJPയുടെ അംഗസംഖ്യ 90-ൽ നിന്ന് കുറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ NDAയുടെ അംഗബലം 101 മാറിയിരിക്കുന്നു. ഇപ്പോഴത്തെ അംഗബലം അനുസരിച്ച് 226 പേരാണ് ടോട്ടൽ രാജ്യസഭയിലുള്ളത്. അതിൽ കോൺഗ്രസിന് 26 അംഗങ്ങളുണ്ട്, തൃണമൂൽ കോൺഗ്രസിന് 13 ഉണ്ട്, 19 ഒഴിവുകളുണ്ട്. ഈ രാജ്യസഭയിൽ ഇനി തിരഞ്ഞെടുക്കപ്പെടാനുള്ള 19 ഒഴിവുകളുണ്ട്. ഇപ്പോഴത്തെ നിലവിലത്തെ സംഖ്യ വെച്ചിട്ട്, അത് 226ന്റെ സംഖ്യ വെച്ചിട്ട് അവിടെ ഒരു ബില്ല് പാസ്സാക്കണമെങ്കിൽ 113 അംഗങ്ങളുടെ പിന്തുണ വേണം. നിലവിൽ BJP നയിക്കുന്ന NDA മുന്നണിക്ക് 101 അംഗങ്ങളുടെ പിന്തുണയേ ഉള്ളൂ. പക്ഷേ ഇവരെ മുൻകാലങ്ങളിലൊക്കെ, അതായത് രണ്ടാം മോദി മന്ത്രിസഭയുടെ കാലത്തൊക്കെ ബില്ലുകൾ പാസ്സാക്കാൻ കൂടെ നിന്നിരുന്ന ബിജു ജനതാദൾ BJD എന്ന് പറയുന്ന പാർട്ടിക്ക് 9 MPമാരുണ്ട്. പക്ഷേ അവർ BJPക്ക് പിന്തുണ നൽകില്ല എന്നാണ് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നത്. കാരണം ഈ BJDയെ തോൽപ്പിച്ചുകൊണ്ട് BJP ഒഡീഷയിൽ നിയമസഭയിൽ അധികാരം പിടിച്ചതാണ് അവരെ ചൊടിപ്പിക്കുന്ന കാര്യം. അവർ പറയുന്നത് ഇനി BJPയുമായി ഒരു സഹകരണത്തിലില്ല, BJPയുടെ പിന്തുണ പിൻവലിച്ചിരിക്കുന്നു എന്ന് പറയുന്നു. ഇനി ഈ 19 അംഗങ്ങളിൽ 4 പേരുടെ ഒഴിവ് ഉള്ളത് ജമ്മു കാശ്മീരിലാണ്. നിലവിൽ അവിടെ നിയമസഭ ഇല്ലാത്തതിനാൽ ഈ ഒഴിവ് അങ്ങനെ തന്നെ തുടരാനാണ് സാധ്യത. ഈ പുതിയതായി നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഒഴിവ് നികത്തപ്പെടുകയുള്ളൂ. മറ്റുള്ള ഒഴിവുകൾ 11 ഒഴിവുകളുള്ളത് ബീഹാർ, മഹാരാഷ്ട്ര, ആസാം ഇവിടങ്ങളിൽ 2 വീതം ഒഴിവുകളാണുള്ളത്. ഒപ്പം തന്നെ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ത്രിപുര എന്നിവിടങ്ങളിൽ ഓരോ സീറ്റും ഒഴിവുണ്ട്. ഇത് കൂടാതെ 4 പേരെ നോമിനേറ്റ് ചെയ്യാനും ഈ ഭരണകക്ഷിക്ക് കഴിയും. അങ്ങനെയെങ്കിൽ 115 ആകും NDAയുടെ അംഗബലം. കാരണം ഈ പറയുന്ന സംസ്ഥാനങ്ങളിൽ ജയിച്ച് കയറാൻ കഴിയും എന്ന് തന്നെ BJP വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, രാജസ്ഥാനിൽ KC വേണുഗോപാൽ രാജ്യസഭാ സീറ്റ് നിന്ന് അതിപ്പോൾ രാജിവെക്കുകയാണ്. ആ രാജിവെച്ചതിന് ശേഷമാണ് അദ്ദേഹം ലോക്സഭാ MP ആയി മത്സരിച്ച് ജയിച്ചത്. ആ സീറ്റ് ഉൾപ്പെടെ BJPക്ക് നേടാൻ കഴിയുമെന്ന് BJP പറഞ്ഞു. ഒപ്പം തന്നെ BJP പ്രതീക്ഷിക്കുന്ന മറ്റു പിന്തുണ തെലങ്കാനയിലെ BRSൻ്റെ ചന്ദ്രശേഖർ റാവുവിന് BRS ഉണ്ട്, അവർക്ക് MPമാരുണ്ട്, അവരുടെ പിന്തുണ ലഭിക്കും എന്ന് BJP കരുതുന്നു. ഒപ്പം തന്നെ YSR കോൺഗ്രസ് അവരുടെ പിന്തുണയും ലഭിക്കുമെന്നാണ് BJP കരുതുന്നത്. അതായത് ഇനി ഉള്ള ഈ ബില്ലുകളൊക്കെ ധൃതിയിൽ പാസ്സാക്കി എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ട് കഴിഞ്ഞ 2ാം ടൈമിലും ഉണ്ടായിരുന്നു, 1ാം ടൈമിലും ഉണ്ട്. കാരണം ലോക്സഭയിൽ വലിയ ഭൂരിപക്ഷം BJPക്ക് ഈ 2 പ്രാവശ്യവും ഇപ്പോഴും ഉണ്ടെങ്കിലും രാജ്യസഭയിൽ അതിന് പാസ്സാക്കാൻ വേണ്ട മതിയായ ഭൂരിപക്ഷം ഇല്ലാത്തതാണ് അതിന് കാരണം. ഏതായാലും അത് നികത്താൻ കഴിയും ഉടൻ എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ കണക്കുകളും BJPയുടെ വൃത്തങ്ങൾ നൽകുന്ന സൂചനയും. ന്യൂസ് ഡെസ്ക് മലയാളം.